കർത്താവിൻ്റെ രക്ഷിതാവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ G2R പ്ലാറ്റ്ഫോമിൽ കഴിഞ്ഞ നാളുകളായി ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം കലർപ്പില്ലാതെ ശുശ്രൂഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത് കേൾക്കുന്ന നിങ്ങൾക്കെല്ലാവർക്കും ഞങ്ങളുടെ ഹൃദയംഗമായി നന്ദി. ഇത് 66 പുസ്തകങ്ങളിലും വ്യാപിച്ചു കിടക്കുന്ന ആത്മീയ വിഷയങ്ങളുടെ അപഗ്രഥ പഠനം ആകയാലാണ് G2R എന്ന് നാമകരണം ചെയ്തിരിക്കുന്നത്. അതിൽ ദൃശ്യമായതിൽ നിന്ന് അദൃശ്യമായതിലേക്ക്, ലൗകികമായതിൽ നിന്ന് സ്വർഗീയമായതിലേക്ക് ഉള്ള ഒരു കാഴ്ചപ്പാടിൻ്റെ വ്യാഖ്യാനമാണ് നാം നടത്തുന്നത്. അത് ഞങ്ങൾ മാത്രമല്ല, പൂർവ്വകാലങ്ങളിൽ വിശേഷാൽ കൃപായുഗത്തിൽ, സഭായുഗത്തിൽ, അപ്പോസ്തല യുഗത്തിൽ അപ്പോസ്തലന്മാർ മുഴുവനും ഈ ശുശ്രൂഷ ചെയ്തു. അവർ അത് ചെയ്യുവാനുള്ള കാരണം അവരുടെ ഗുരുവും നമ്മുടെ ഗുരുവും ലോകത്തിലെ ഏക ഗുരുവുമായ യേശു ക്രിസ്തു പഠിപ്പിച്ചതുകൊണ്ടാണ്. അതുകൊണ്ടാണ് തൻ്റെ അന്ത്യ നിയോഗത്തിൽ ശിഷ്യന്മാരോട് പറഞ്ഞത്, ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ. കർത്താവ് ഒരിക്കൽ യെരുശലേമിലെ ആലയത്തിൽ ശുശ്രൂഷിച്ച ശേഷം പറഞ്ഞു, ഈ മന്ദിരം പൊളിപ്പീൻ, ഞാനിതിനെ 3 ദിവസം കൊണ്ട് പണിയും. അവിടെ നിഴലായതിൽ നിന്ന് പൊരുളായതിലേക്കുള്ള ഒരു വ്യാഖ്യാനമാണ് കർത്താവ് ചെയ്തത്. എന്നിട്ട് കർത്താവ് പറഞ്ഞു, അത് ഹെരോദാവ് 46 വർഷം കൊണ്ട് പണിത മന്ദിരത്തെക്കുറിച്ചല്ല, തൻ്റെ ശരീരം എന്ന മന്ദിരത്തെക്കുറിച്ചാണ്. അപ്പോൾ ഈ മന്ദിരം എന്നുള്ള ഭാഗത്തൊക്കെ കാണുന്ന എബ്രായ പദം മിസ്കാൻ എന്നാണ്. ദൈവം വസിക്കുവാൻ തിരഞ്ഞെടുക്കുന്ന താൽക്കാലിക കൂടാരം എന്ന് മാത്രമേ ഈ പദത്തിന് അർത്ഥം ഉള്ളൂ. പുതിയ നിയമത്തിൽ നാം പഠിക്കുമ്പോൾ അപ്പസ്തലന്മാരുടെ മുൻപിൽ മരുഭൂമിയിൽ വെച്ച് കർത്താവ് രൂപം മാറി തേജസ്കരിക്കപ്പെട്ട ശരീരത്തോടുകൂടെ അവർക്ക് പ്രത്യക്ഷനായി. ആ അതിമനോഹരവും അത്ഭുതപൂർവമായ കാഴ്ച കണ്ടിട്ട് ആ രീതിയിൽ തന്നെ അവിടെ ദീർഘകാലം ഇരുന്നാൽ കൊള്ളാം എന്ന് വ്യാമോഹം പൂണ്ട് അപ്പസ്തലനായ പത്രോസ് കർത്താവിനോട് പറഞ്ഞു, കർത്താവേ, ഞങ്ങൾ ഇവിടെ 3 കുടിലുകൾ ഉണ്ടാക്കാം എന്ന് മലയാളത്തിൽ എഴുതിയിരിക്കുമ്പോൾ ഇംഗ്ലീഷിൽ 3 ടാബർനാക്കിൾ ഉണ്ടാക്കാം, അതിന് മൂലഭാഷയിൽ 3 മിസ്കാൻ ഉണ്ടാക്കാം എന്ന് തന്നെയാണ് പറഞ്ഞത്. മത്തായി എഴുതിയ സുവിശേഷം 17-ാം അധ്യായം 4-ഉം, മർക്കോസ് എഴുതിയ സുവിശേഷം 9-5-ഉം, ലൂക്കോസ് എഴുതിയ സുവിശേഷം 9-ാം അധ്യായം 33-ാമത്തെ വാക്യത്തിലും അത് വ്യക്തമാക്കപ്പെട്ടിരിക്കുന്നു. ചുരുക്കി പറഞ്ഞാൽ, താൽക്കാലികമായി ജീവിക്കുവാൻ കൊമ്പും കമ്പും തൂണും ഒക്കെ വെച്ച് ഉണ്ടാക്കി ഈത്തപ്പന യുടെ ഓല കൊണ്ടോ മറ്റും മേൽഭാഗം മേഞ്ഞ് വശങ്ങൾ സുരക്ഷിതമാക്കപ്പെട്ട കൂടാരങ്ങൾക്കും മിസ്കാൻ എന്ന് വിളിച്ചു വന്നു. ടാബർനാക്കിൾ എന്ന പദം തന്നെയാണ് കിങ് ജെയിംസ് വേർഷനിൽ നമ്മുടെ കയ്യിലിരിക്കുന്ന വേദപുസ്തകത്തിൽ കൊടുക്കപ്പെട്ടിരിക്കുന്നത്. താൽക്കാലിക കൂടാരം, അതിന് മിസ്കാൻ എന്ന് പറയുമ്പോൾ ജാതികളുടെ ദേവീദേവന്മാർ പാർത്തിരുന്ന ആലയങ്ങൾക്കും മിസ്കാൻ അഥവാ കൂടാരം അഥവാ ടാബർനാക്കിൾ എന്ന പദം തന്നെ കൊടുത്തിട്ടുണ്ട്. ഉദാഹരണത്തിന് അപ്പസ്തല പ്രവൃത്തി 7-ാം അധ്യായം 43-ാമത്തെ വാക്യത്തിൽ സ്തേഫാനോസ് പറഞ്ഞ ഒരു പദമാണത്, മോലക്കിൻ്റെ കൂടാരം, ടാബർനാക്കിൾ, മിസ്കാൻ. ഇനിയും വിശുദ്ധ പൗലോസ് തൻ്റെ 2-ാമത്തെ ലേഖനം കൊരിന്ത്യർക്ക് എഴുതപ്പെട്ടത് 5-ാം അധ്യായം 1-ഉം താഴോട്ടുള്ള വാക്യങ്ങളിലും പൗലോസ് വസിച്ചിരുന്ന മർത്യ ശരീരത്തെ കൂടാരം എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ടല്ലോ. അവിടെയും കൊടുക്കപ്പെട്ടിരിക്കുന്ന പദം ടാബർനാക്കിൾ. ഇത് അഴിഞ്ഞു പോകും, എന്നാൽ അഴിഞ്ഞു പോകാത്ത ഒരു ടാബർനാക്കിൾ ദൈവം തരുമ്പോൾ നമ്മളുടെ ശരീരം ദൃശ്യമായ കൂടാരം, ഇതിൻ്റെ ഉള്ളിൽ വാഗ്ദത്തം ചെയ്തിരിക്കുന്ന അദൃശ്യമായ ഒരു നിത്യകൂടാരം.
എബ്രായർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായം 2-ാമത്തെ വാക്യത്തിൽ കർത്താവിരിക്കുന്ന സ്വർഗത്തെ കൂടാരമായിട്ട് പൗലോസ് വിശേഷിപ്പിച്ചിട്ടുണ്ട്. അത് കർത്താവ് തനിക്ക് പ്രത്യക്ഷപ്പെടുന്നതിന് മുൻപ് ഒരിക്കലും താനത് സമ്മതിച്ചിരുന്നില്ല. താന് വാദിച്ചതും ജീവിച്ചതും തർക്കിച്ചതും സംസാരിച്ചതും പ്രവർത്തിച്ചതും എല്ലാം ഹെരോദാവിൻ്റെ ആ മന്ദിരത്തിനു വേണ്ടി, കൂടാരത്തിനു വേണ്ടിയായിരുന്നു. എന്നാൽ ക്രിസ്തു തനിക്ക് വെളിപ്പെട്ടപ്പോൾ സത്യകൂടാരം സ്വർഗത്തിലാണ്, ഇവിടെയുള്ള കൂടാരങ്ങളെല്ലാം മിഥ്യയാണ് എന്ന് പഠിപ്പിച്ചു. എങ്കിൽ ഇവിടുത്തെ മണിമന്ദിരങ്ങളും കോട്ടകൊത്തളങ്ങളും നിത്യമാണെന്നാരും തെറ്റിദ്ധരിക്കരുത്. ഇതെല്ലാം തീയ്ക്കായി സൂക്ഷിച്ചിരിക്കുന്നു. നിത്യമായ ഒരു സത്യകൂടാരം സ്വർഗത്തിലുണ്ട്. അവിടെ നമ്മുടെ കർത്താവ് ഇരുന്നു കൊണ്ട് ദൈവത്തിൻ്റെ കൂടാരങ്ങളാകുന്ന ദൈവസഭയ്ക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നു. അതുകൊണ്ടാണ് വിശുദ്ധ പൗലോസ് തൻ്റെ ലേഖനത്തിൽ നിങ്ങൾ ദൈവത്തിൻ്റെ കൂടാരമെന്നും ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെന്ന് നിങ്ങൾ അറിയുന്നില്ലയോ എന്ന് ചോദിച്ചത്. നമ്മുടെ മർത്യ ശരീരങ്ങളും ദൈവത്തിൻ്റെ മിസ്കാനാണ്, കൂടാരമാണ്, വാസസ്ഥലമാണ്. സമാഗമന കൂടാരം കേവലം നിഴൽ മാത്രമായിരുന്നു എന്ന് പൗലോസ് എഴുതിയിരിക്കുന്നു. ഇതാണ് യഹൂദന്മാർക്ക് തന്നോട് കോപവും ക്രോധവും പകയും വൈരാഗ്യവും ഒക്കെ ഉണ്ടാകുവാൻ കാരണം. അത് സത്യം അറിഞ്ഞപ്പോൾ സത്യം തന്നെ സ്വതന്ത്രനാക്കി ഈ ദൃശ്യമായ ആലയങ്ങളും ഈ ദൃശ്യമായ ലോകത്തിലുള്ളതെല്ലാം കേവലം നിഴൽ, മായ മാത്രമാണെന്ന് താൻ ഗ്രഹിച്ചത് വിളിച്ചു പറഞ്ഞതാണ് അതിൻ്റെ കാരണം. യഥാർത്ഥമായി സ്വർഗത്തിലുള്ളതിൻ്റെ മാതൃകയാണ് ഇങ്ങനെ ഉണ്ടാക്കണം എന്ന് ദൈവം സീനായി പർവ്വതത്തിൽ വെച്ച് മോശയ്ക്ക് കാണിച്ചു കൊടുത്തത്. മോശെ അതിൻ പ്രകാരം ആ നിഴലായ മന്ദിരം ഉണ്ടാക്കുകയും ചെയ്തു. ഒരു സ്ഥലത്തു നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പോകുമ്പോൾ പൊളിച്ചടുക്കി തോളിൽ വെച്ച് ലേവിഗോത്രത്തിലെ വിവിധ വിഭാഗക്കാർ അത് കൊണ്ടുപോകും. അവിടെ സ്ഥിരമായതൊന്നുമില്ലായിരുന്നു. വാഗ്ദത്ത ദേശത്ത് വന്ന ശേഷം മരുഭൂമിയിലെ സമാഗമന കൂടാരത്തിൻ്റെ അത്രയും അളവും അതിൻ്റെ വ്യാപ്തിയുമുള്ള മന്ദിരങ്ങൾ അവരുണ്ടാക്കിയിരുന്നില്ല. എബ്രായർക്ക് എഴുതിയ ലേഖനം 9-ാം അധ്യായം 11-ാമത്തെ വാക്യത്തിൽ ദൈവപുത്രൻ മനുഷ്യർക്കു വേണ്ടി തൻ്റെ ഐഹിക ശുശ്രൂഷ തികച്ച് രക്തം ചിന്തി വീണ്ടെടുപ്പ് സാധിപ്പിച്ച ശേഷം ഒലിവുമലയിൽ വെച്ച് 500 പേരുടെ മുൻപാകെ താൻ ജീവിച്ചിരിക്കുന്നു, ഉയർത്തെഴുന്നേറ്റു എന്ന് ദൃഷ്ടാന്തങ്ങളാൽ കാണിച്ചു കൊടുത്ത് സംസാരിച്ച ശേഷം കരയേറിപ്പോയി വസിക്കുന്നത് ആ സത്യകൂടാരത്തിലാണ്. എബ്രായർക്ക് എഴുതിയ ലേഖനം 9:11. 11-ാം അധ്യായം 9-ാമത്തെ വാക്യത്തിലാകട്ടെ, പൂർവ്വപിതാക്കന്മാർ പരദേശികളായി തങ്ങളെ തന്നെ എഴുതി വാഗ്ദത്തദേശത്ത് പാർത്തിരുന്ന മനുഷ്യ നിർമ്മിതമായ കൈകളാൽ തീർക്കപ്പെട്ട ഭൗതികമായ വസ്തുവകകളാൽ ഉണ്ടാക്കപ്പെട്ട വാസസ്ഥലങ്ങളെയും മിസ്കാൻ അഥവാ കൂടാരം അഥവാ ടാബർനാക്കിൾ എന്ന് തന്നെ വിശേഷിപ്പിച്ചിരിക്കുന്നു. സംശയമുള്ളവരുണ്ടെങ്കിൽ കിങ് ജെയിംസ് വേർഷൻ ഇംഗ്ലീഷ് ബൈബിൾ വായിച്ച് നോക്കിയാൽ മതി. വാക്യങ്ങൾ കൃത്യമായി ഞങ്ങൾ രേഖപ്പെടുത്തുകയാണ്. വിശുദ്ധ പത്രോസ് അപ്പസ്തലൻ, കർത്താവിൻ്റെ 12 ശിഷ്യന്മാരിൽ പ്രഥമസ്ഥാനീയനായിരുന്ന പത്രോസ്, കൈസറിയിൽ പാർത്തുകൊണ്ട് ലോകത്തിലുള്ള സകല വിശുദ്ധന്മാർക്കും ലേഖനം എഴുതിയപ്പോൾ 2-ാമത്തെ ലേഖനം 1-ാമത്തെയും 13-ാമത്തെ വാക്യത്തിൽ എൻ്റെ ഇപ്പോൾ വസിക്കുന്ന ശരീരം എന്ന കൂടാരം പൊളിഞ്ഞു പോകുവാൻ അടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞു. എങ്ങനെയാണത് പൊളിഞ്ഞു പോകുന്നത് എന്ന് ചോദിച്ചാൽ, ആത്മാവിനെ ദൈവസന്നിധിയിൽ സമർപ്പിച്ച മർത്യമായ ശരീരം മണ്ണിലേക്ക് ചേർക്കപ്പെടുമ്പോൾ അത് ഡിസംബിൾ ചെയ്യപ്പെടും, അത് പൊളിഞ്ഞു പോകും എന്നാണ് അതിൻ്റെ അർത്ഥം. അതേ അധ്യായം 14-ാമത്തെ വാക്യത്തിൽ ഈ കൂടാരത്തിൽ ഇരിക്കുന്ന കാലത്തോളം ഞാൻ നിങ്ങളെ ഓർപ്പിച്ച് ഉണർത്തുന്നു, ഉപദേശിക്കുന്നു, പഠിപ്പിക്കുന്നു എന്ന് താൻ പറയുന്നു. അപ്പം ശരീരത്തെ കൂടാരം അഥവാ മിസ്കാൻ എന്ന് വിശേഷിപ്പിച്ചിട്ടുണ്ട്. ഇനിയും വെളിപ്പാട് പുസ്തകം 13-ാം അധ്യായം 6-ാമത്തെ വാക്യത്തിൽ ഈ രാജകീയ പുരോഹിതവർഗമാകുന്ന ദൈവസഭ ഇവിടെ നിന്ന് സ്വർഗത്തിലേക്ക് പോയി കഴിയുമ്പോൾ മൃഗം എന്ന ഒരുവൻ ഈ ലോകത്തിൽ വെളിപ്പെടും. അവന് പല പേരുകൾ കൊടുത്തുണ്ട്. അധർമ്മമൂർത്തി. അവൻ വെളിപ്പെടുകയും യഹൂദന്മാരുടെ പ്രീതി സമ്പാദിപ്പാൻ 2 വർഷം കൊണ്ട് മോശെ
ഉണ്ടാക്കിയ സമാഗമന കൂടാരത്തിൻ്റെ തനി പകർപ്പ് 7 വർഷം കൊണ്ട് ശലോമോൻ ഉണ്ടാക്കിയത് 46 സംവത്സരം കൊണ്ട് ഹെരോദാവ് ഉണ്ടാക്കിയതിന് പകരം ഈ മൃഗം എന്ന് പറയുന്നവൻ 3.5 വർഷം കൊണ്ട് ഒരു മന്ദിരം ഉണ്ടാക്കും. അതിൻ്റെ പ്രതിഷ്ഠാ സന്ദർഭത്തിൽ നടക്കേണ്ട കാര്യമാണ് 13-ാം അധ്യായത്തിലും ദാനിയേൽ പ്രവചനം 9-ാം അധ്യായത്തിലും മറ്റും കാണുന്നത്. നമ്മുടെ കർത്താവ് തിരുവായി മൊഴിഞ്ഞപ്പോൾ മത്തായി എഴുതിയ സുവിശേഷം 24-ാം അധ്യായം ദൈവപുത്രൻ്റെ വരവിൻ്റെ ലക്ഷണത്തെക്കുറിച്ചും ലോകാവസാനത്തിൻ്റെ ലക്ഷണത്തെക്കുറിച്ചും ഒക്കെ പറഞ്ഞപ്പോൾ അധർമ്മമായവൻ, മ്ലേച്ഛമായ ദുഷ്ടൻ വിശുദ്ധ സ്ഥലത്ത് നിൽക്കും എന്ന് എഴുതിയിരിക്കുന്നത് അന്ന് ഇവൻ 3.5 വർഷം കൊണ്ട് പണിയുന്ന ആലയത്തെക്കുറിച്ചാണ്. അതിനും മിസ്കാൻ അഥവാ കൂടാരം, ടാബർനാക്കിൾ എന്ന് തന്നെ എഴുതിയിരിക്കുന്നു. ഇനിയും വെളിപ്പാട് പുസ്തകം 15-5 നാം ഇന്ന് വരെ കണ്ടിട്ടില്ലാത്തതും ഇപ്പോൾ ദൈവപുത്രൻ ഇരിക്കുന്നതുമായി സത്യകൂടാരം സ്വർഗത്തിലാണല്ലോ. ആ സത്യകൂടാരം നമ്മുടെ സഭ എടുക്കപ്പെട്ട് ഈ ലോകത്തിൽ വെളിപ്പെടുത്തും ദൈവം. ആ കൂടാരത്തിൽ മോശെ മരുഭൂമിയിൽ ഉണ്ടാക്കിച്ച കൂടാരത്തിലെ പോലെ പ്രാകാരവും അതിൻ്റെ വാതിലുകളും അതിനകത്ത് വയ്ക്കപ്പെട്ടതായ താമ്രത്തൊട്ടിയും യാഗപീഠവും ഒന്നും ഉണ്ടായിരിക്കുന്നതല്ല. അവിടെ പ്രാകാരം ഇല്ല. അവസാനമായി വെളിപ്പാട് പുസ്തകം 21-3 സ്വർഗത്തിൽ ഇപ്പോൾ വസിക്കുന്ന ആ സത്യകൂടാരം സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി മനുഷ്യനോടുകൂടെ വന്നു പാർക്കും. അവിടെ എഴുതിയിരിക്കുന്ന ആ പദം ഓർക്കുമ്പോൾ സന്തോഷം. ഇതാ മനുഷ്യനോടുകൂടെ ദൈവത്തിൻ്റെ വാസസ്ഥലം, ദൈവത്തിൻ്റെ കൂടാരം എന്ന് എഴുതിയിരിക്കുന്നു. തുടർന്ന് നമ്മൾ ചിന്തിക്കുന്ന കാര്യങ്ങൾ, ലോകത്തിൻ്റെ മാലിന്യം വിട്ടോടി ശുദ്ധീകരണം പ്രാപിച്ച ദൈവത്തിൻ്റെ മക്കൾ. പത്രോസ് എഴുതിയ 2-ാം ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 20-ാമത്തെ വാക്യം, പണിക്കാർക്ക് തൃപ്തി വരുന്നവണ്ണം മരുഭൂമിയിലെ മരിപ്പച്ചകളിൽ നിന്നും വെട്ടിയെടുക്കുന്ന ലീനം പ്ലാന്റിൻ്റെ തൊലി വെള്ളത്തിലിട്ട് അലിയിച്ച് അതിൻ്റെ കറ, ചുളുക്കം, വാട്ടം എല്ലാം മാറ്റി 2 വിരലുകൾക്കുള്ളിൽ നേർത്തതായി പിരിച്ചെടുക്കുന്ന നൂലുകളെക്കുറിച്ചാണ് നാം കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു നിർത്തിയത്. ദൈവത്തിന് സ്തോത്രം. പരിശുദ്ധനായ ദൈവം തൻ്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം തിരഞ്ഞെടുത്തിരിക്കുന്ന വിശിഷ്ടജാതിയും രാജകീയ പുരോഹിതവർഗവും വിശുദ്ധ വംശവും സ്വന്തം ജനവും എന്ന് നാം നമ്മെ തന്നെ തിരുവചനത്തിൽ വിശേഷിപ്പിക്കപ്പെട്ടിരിക്കുന്ന ആ അതിവിശുദ്ധ അഭിസംബോധന വിഷയം മറന്നു പോകരുത് എന്ന് ഓർപ്പിക്കുന്നു. തുടർന്ന് ചിന്തിക്കുന്നത് സമാഗമന കൂടാരവും അതിൻ്റെ രൂപരേഖയും, ഡിസൈൻ ഓഫ് ദ ടാബർനാക്കിൾ. 100 മുഴം നീളം, 1 മുഴം സമം 1.5 അടി. അപ്പം 100 മുഴം സമം 180 അടി. 50 മുഴം വീതി അഥവാ 75 അടി വീതി. നോക്കുക ഇതിൻ്റെ പണി. 5 മുഴം ഉയരം അഥവാ 7.5 അടി ഉയരം ഉള്ള സമാഗമന കൂടാരത്തിൽ പ്രാകാരത്തിനുള്ളിൽ പരിശുദ്ധ സ്ഥലം, അതിപരിശുദ്ധ സ്ഥലം, പ്രാകാരം എന്നീ 3 ഭാഗങ്ങളുണ്ട്. ഒരിക്കൽ കൂടെ 180 ഗുണം 50 ഗുണം 5 ഈ വിസ്തൃതിയിൽ ഉണ്ടാക്കപ്പെട്ടിരിക്കുന്നതായ സമാഗമന കൂടാരത്തിന് പ്രാകാരം, വിശുദ്ധ സ്ഥലം, അതിവിശുദ്ധ സ്ഥലം എന്നീ 3 ഭാഗങ്ങളുണ്ട്. അഥവാ പ്രാകാരം, വിശുദ്ധ സ്ഥലം, അതിപരിശുദ്ധ സ്ഥലം എന്നിവ തന്നെ. ഇതിൽ അതിപരിശുദ്ധ സ്ഥലത്ത് 2.5 മുഴം നീളം, 1.5 മുഴം വീതി, 1.5 മുഴം ഉയരം ഉള്ളതും ഖദിരമരത്താൽ ഉണ്ടാക്കി 4 മൂലകളിലും 4 പൊൻവളയങ്ങൾ തറച്ച് അകത്തും പുറത്തും പൊന്നുകൊണ്ട് പൊതിഞ്ഞ് 2 തണ്ടുകൾ വളയത്തിനുള്ളിൽ കടത്തി പുരോഹിതന്മാർക്ക് ചുമലിൽ വെച്ച് ചുമന്നുകൊണ്ട് പോകത്തക്കവണ്ണം അതിനെ വഹിച്ചു കൊണ്ടുപോകുവാൻ കടത്തിക്കൊണ്ടുപോകുന്ന ഒരു പെട്ടകമാണ് കൃപാസനം എന്ന് പറയുന്നത്. അതിനുള്ളിൽ
മന്ന ഇട്ട് വെച്ച പൊൻപാത്രം, അഹരോൻ്റെ തളിർത്ത വടി, നിയമത്തിൻ്റെ കൽപ്പലക എന്നീ 3 വസ്തുക്കൾ കൂടി വെച്ചിട്ടുണ്ട്. പുറപ്പാട് പുസ്തകം 25-ാം അധ്യായം 21, 40-ാം അധ്യായം 20, എബ്രായർക്ക് എഴുതിയ ലേഖനം 9-ാം അധ്യായം 4 എന്നീ വാക്യങ്ങൾ കൂടി ശ്രദ്ധിച്ച് പഠിച്ചാൽ പഴയ നിയമത്തിൽ വയ്ക്കപ്പെട്ടിരിക്കുന്നതിനെക്കുറിച്ച് പുതിയ നിയമത്തിലും ഉദ്ധരിച്ചിട്ടുള്ളത് കൊണ്ടാണ് നാം ഇതിനെക്കുറിച്ച് അല്പം ആഴമായി പഠിക്കുന്നതിനുള്ള കാരണം. 2ാമത്തെ ഭാഗം വിശുദ്ധ സ്ഥലം ആകുന്നു. അപ്പോൾ 1ാമത്തേതിൽ 2 ഉപകരണങ്ങളാണ് വയ്ക്കപ്പെട്ടിരിക്കുന്നത്. 5 മുഴം നീളം അഥവാ 7.5 അടി, 5 മുഴം വീതി അതും 7.5 അടി, 3 മുഴം ഉയരം അതായത് 4.5 അടി ഉയരമുള്ളതും ഖദിരമരത്താൽ ഉണ്ടാക്കപ്പെട്ടതും താമ്രപ്പലക അകത്തും പുറത്തും പതിക്കപ്പെട്ടിരിക്കുന്നതും, ഇടയിൽ 3 മുഴത്തിൻ്റെ നടുഭാഗത്ത് 1.5 മുഴം ഉയരത്തിൽ താമ്രജാലകം വയ്ക്കപ്പെട്ടിരിക്കുന്നതും, 4 കോണിലായി 4 കൊമ്പുകൾ വയ്ക്കപ്പെട്ടതും, ഖദിരമരത്തിൻ്റെ തണ്ട് താമ്രം കൊണ്ട് പൊതിഞ്ഞ് 2 ഭാഗത്തും വളരെ ബലമായി ഫിക്സ് ചെയ്തപ്പെട്ടിരിക്കുന്നതുമായ ഉപകരണമാണ്. എന്നാൽ അതിൻ്റെ തൊട്ട് മുൻപിൽ ഉൾഭാഗത്ത് അളവ് പറഞ്ഞിട്ടില്ല. ഇത്ര മുഴം നീളം, ഇത്ര ടണ്ണ് സാധനം എന്ന് പറഞ്ഞിട്ടില്ല. ഒരു താമ്രത്തൊട്ടി, അതിന് 2 നിലയാണ്. അതിൽ മുകൾ ഭാഗത്ത് വെള്ളം ഒഴിക്കും. അത് താഴേക്ക് ഒഴുകി വന്ന് അതിന് നോബുണ്ട്, അതിന് ടാപ്പുണ്ട്. അത് താഴത്തെ പാത്രത്തിൽ നിറയുന്നതിൽ നിന്നെടുത്താണ് പുരോഹിതന്മാർ കൈകാലുകൾ കഴുകി യാഗപീഠത്തിൽ പോയി ശുശ്രൂഷിക്കുന്നത്. ഇനി 2ാമത്തെ ഭാഗത്ത് അതിന് വിശുദ്ധ സ്ഥലം എന്നാണല്ലോ പേര്. എബ്രായർക്ക് എഴുതിയ ലേഖനം 9:2. ഇവിടെ തിരശീലയ്ക്ക് നേരെ മുൻപിൽ ഒത്ത നടുഭാഗത്ത് ധൂപപീഠം വെച്ചിട്ടുണ്ട്. തെക്ക് ഭാഗത്ത്, അതായത് ഇടതുഭാഗത്ത് നിലവിളക്ക് വെച്ചിട്ടുണ്ട്. വലതുഭാഗത്ത് അഥവാ വടക്കു ഭാഗത്ത് കാഴ്ചയപ്പത്തിൻ്റെ മേശയും വെച്ചിട്ടുണ്ട്. ശ്രദ്ധിക്കണം, ഇപ്പോൾ നാം പറഞ്ഞത് വിശുദ്ധ സ്ഥലത്ത് വയ്ക്കപ്പെട്ടിരിക്കുന്ന ഉപകരണങ്ങളെക്കുറിച്ചാണ്. 3ാമത്തെ ഭാഗം കൂടാരത്തിനുള്ളിലുള്ള ഏറ്റവും അകത്തുള്ള പ്രവേശന ഭാഗമത്രേ. ഇതിന് പ്രാകാരമെന്ന പേർ അത് നാം കണ്ടു കഴിഞ്ഞു. അതിന് കോർട്ടെന്നാണ് പറയുന്നത്. ഇവിടെ 1ാമതായി കാണുന്നത് സമാഗമന കൂടാരത്തിലെ 6 ഉപകരണങ്ങളിൽ വ്യാപ്തിയിൽ വലിയതും മറ്റ് 5 ഉപകരണങ്ങളെക്കാളും ഒന്നിച്ചു വെച്ചാൽ ഉൾക്കൊള്ളുന്നതുമായ വ്യാപ്തിയുള്ള വലിപ്പമുള്ള 5 മുഴം നീളം, 5 മുഴം വീതി, 3.5 മുഴം ഉയരമുള്ള ഖദിരമരം കൊണ്ടുണ്ടാക്കിയ ഒരു പെട്ടകമാണ്. ആ പെട്ടകത്തെയാണ് നമ്മൾ യാഗപീഠം എന്ന് പറയുന്നത്. അതിൻ്റെ നിർമ്മിതിയെ സംബന്ധിച്ച് പുറപ്പാട് പുസ്തകം 27-ാം അധ്യായം 1 മുതൽ 8 വരെയും 30-ാം അധ്യായം 17 മുതൽ 21 വരെയും കാണുന്നുണ്ട്. ഇതത്രേ സമാഗമന കൂടാരത്തിൻ്റെ രൂപരേഖ. ഏറ്റവും ഉള്ളിലായി നേരത്തെ നാം കണ്ടതുപോലെ കൃപാസനവും സദാസമയം അതിനെ കാണുവാൻ കഴിയാതെ വണ്ണം മറയ്ക്കപ്പെട്ടിരിക്കുന്ന തിരശീലയ്ക്കുള്ളിൽ വയ്ക്കപ്പെട്ടിരിക്കുന്നു. ഇതാകുന്നു സമാഗമന കൂടാരം, ഇതിൻ്റെ അളവുകൾ. തുടർന്ന് നാം പഠിക്കുവാൻ പോകുന്നത് ഇതിൻ്റെ ആത്മീയ വിഷയത്തെക്കുറിച്ചാണ്. എന്തിനാണിത് പഠിക്കുന്നതെന്ന് ചോദിച്ചാൽ, ദൃശ്യമായതിൽ നിന്ന് അദൃശ്യമായതിലേക്ക്, ലൗകികമായതിൽ നിന്ന് സ്വർഗീയമായതിലേക്ക് ഗ്രഹിക്കുവാൻ കർത്താവേ ഞങ്ങളുടെ ഹൃദയ കണ്ണുകളെ തുറക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കേൾവിക്കാരെയും ശ്രോതാക്കളെയും തിരുസന്നിധിയിൽ താഴ്ത്തി അനുഗ്രഹിച്ച് സമർപ്പിച്ചുകൊണ്ട് അങ്ങയുടെ ഏകജാതൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു, കേൾക്കുമാറാകണമേ.